Hello Susaman, guten Tag. Today we shall learn the tricks to find some articles in German language. Okay. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ആർട്ടിക്കിൾ ചില നൗൺസിന്റെ ആർട്ടിക്കിൾ കണ്ടുപിടിക്കാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്ന ആർട്ടിക്കിൾ ദി ആണ്. ചില നൗൺസിന് ഫിക്സ്ഡ് ആയിട്ട് ദി എന്ന ആർട്ടിക്കിൾ വരും. ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, നോമൻ വിത്ത് ദെയർ എൻഡും ഹൈറ്റ്. ഹൈറ്റ് എന്ന എൻഡിങ്ങിൽ വരുന്ന എല്ലാ നോമനും ആർട്ടിക്കിൾ ദി ആയിരിക്കും. 100% ജർമ്മൻ ലാംഗ്വേജിൽ ഹൈറ്റ് എന്ന് തീരുന്ന എല്ലാ നൗണിനും ആർട്ടിക്കിൾ വരുന്നത് ദി ആയിരിക്കും. Zum Beispiel die Gesundheit, die Gesundheit. ഇവിടെ ഹൈറ്റ് എന്നാണ് നമ്മുടെ നോമന്റെ എൻഡിങ്. അപ്പോ ഈ നോമന്റെ ആർട്ടിക്കിൾ ദി എന്നായിരിക്കും. ഓക്കെ, അടുത്തത് ദി Freiheit, ദി Freiheit. ഇവിടെയും നോക്കിക്കേ, ഹൈറ്റ് എന്നല്ലേ എൻഡിങ്, അപ്പോ നമ്മുടെ ആർട്ടിക്കിൾ ദി ആയിരിക്കും. ഓക്കെ, Gesundheit എന്ന് പറഞ്ഞാൽ എന്താ? Gesundheit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത്, ദ ഹെൽത്ത്. അടുത്തത് Freiheit, ദി Freiheit. Freiheit എന്ന് പറഞ്ഞാൽ ഫ്രീഡം. ഓക്കെ, അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞ എൻഡിങ്ങിൽ വരുന്ന എല്ലാ നോമിനും ജർമ്മനിൽ ഒരേ ആർട്ടിക്കിളേ ഉള്ളൂ, അത് ദി ആണ്. ഓക്കെ, അടുത്തത് കൈറ്റ്. ഹൈറ്റ് പോലെ വേറൊരെണ്ണമാണ് കൈറ്റ്. കൈറ്റ് എന്ന് വരുന്ന എൻഡിങ്ങിൽ വരുന്ന എല്ലാ നോമിന്റെയും ആർട്ടിക്കിൾ ദി ആയിരിക്കും. Zum Beispiel die Möglichkeit, die Möglichkeit. Möglichkeit എന്ന് പറഞ്ഞാൽ എന്താ? The possibility, possibility. Okay, അടുത്തത് the Schwierigkeit, Schwierigkeit. Schwierigkeit എന്ന് പറഞ്ഞാൽ എന്താ? The difficulty. ഇവിടെയൊക്കെ നോക്കിക്കേ, കൈറ്റ് എന്നല്ല എൻഡിങ് വന്നേക്കുന്നേ. കൈറ്റ് എന്ന എൻഡിങ് വരുന്ന എല്ലാ നൗൺസും ജർമ്മനിലെ കൈറ്റ്, ഹൈറ്റ് എന്നൊക്കെ എൻഡിങ് വരുന്ന എല്ലാ നൗൺസിന്റെയും ആർട്ടിക്കിൾ ദി ആയിരിക്കും. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ്, സ്റ്റേറ്റ്. ഫസ്റ്റ് വൺ, ദി യൂണിവേഴ്സിറ്റേറ്റ്, ദി യൂണിവേഴ്സിറ്റേറ്റ്. യൂണിവേഴ്സിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ യൂണിവേഴ്സിറ്റി. ഓക്കെ, ദി യൂണിവേഴ്സിറ്റേറ്റ്. ഇവിടെ നോക്കിക്കേ, എൻഡിങ് എന്താണെന്ന്? നമ്മുടെ സ്റ്റേറ്റ് എന്ന എൻഡിങ്ങിൽ വരുന്ന എല്ലാ നോമിന്റെയും ആർട്ടിക്കിൾ ദി ആയിരിക്കും. നെക്സ്റ്റ് ബൈസ്പീൽ ദി ക്വാളിറ്റേറ്റ്, നമ്മുടെ ക്വാളിറ്റി, ദി ക്വാളിറ്റേറ്റ്. ക്വാളിറ്റേറ്റിന്റെ എൻഡിങ് നോക്കിക്കേ, സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് എൻഡിങ് വരുന്ന എല്ലാ നൗൺസിന്റെയും ആർട്ടിക്കിൾ ദി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഷാഫ്റ്റ്, ഷാഫ്റ്റ്. ഫസ്റ്റ് വൺ, ദി Freundschaft, ദി Freundschaft. Freundschaft bedeutet friendship. Okay, next one, the Wissenschaft, the Wissenschaft. Wissenschaft എന്ന് പറഞ്ഞാൽ എന്താ? സയൻസ്. ഓക്കെ, സോ ഷാഫ്റ്റ് എന്ന് പറഞ്ഞ എല്ലാ എൻഡിങ്ങിൽ വരുന്ന നോമന്റെയും ആർട്ടിക്കിൾ ദി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, എൻസ്, എൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ, ദി കോൺഫറൻസ്, ദി കോൺഫറൻസ്. ഇവിടെ എൻഡിങ് നോക്കിയേ, ANZ. ഈ ഒരു എൻഡിങ്ങിൽ വരുന്ന എല്ലാ നൗണിന്റെയും ആർട്ടിക്കിൾ ദി ആയിരിക്കും. നെക്സ്റ്റ് വൺ, ദി എക്സിസ്റ്റൻസ്, ദി എക്സിസ്റ്റൻസ്. ഇവിടെയും നമ്മുടെ എൻഡിങ് എന്താണ്? ANZ. ഇവിടെയും ആർട്ടിക്കിൾ നോക്കിക്കേ, ദി. ഓക്കെ, നെക്സ്റ്റ് വൺ, FT. ഓക്കെ, ഫസ്റ്റ് വൺ, ദി Zukunft, ദി Zukunft. Zukunft എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ. ഓക്കെ, ദി നെക്സ്റ്റ് വൺ, ദി Luft, Luft. ഇവിടെ നോക്കിക്കേ, എന്താണ് എൻഡിങ് എന്ന്? നമ്മുടെ ആർട്ടിക്കിൾ ദി. ലുഫ്റ്റ് ബെഡോയിറ്റഡ് എയർ. ഓക്കെ, ഓക്കെ, സോ ഈ ഒരു 6 എൻഡിങ് വരുന്ന എല്ലാ ജർമ്മൻ നൗൺസും ജർമ്മനിലെ 100% ഈ ഒരു 6 എൻഡിങ് വരുന്ന എല്ലാ നൗൺസിന്റെയും ആർട്ടിക്കിൾ ദി ആയിരിക്കും. ഓക്കെ, ഹൈറ്റ്, കൈറ്റ്, സ്റ്റേറ്റ്, ഷാഫ്റ്റ്, എൻസ്. ഈ ഒരു 6 എൻഡിങ് വരുന്ന ജർമ്മനിലെ 100% നൗൺസും ദി എന്ന ആർട്ടിക്കിൾ ഫോളോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതിന് പുറമെ ഇനി ഒരു 6 എൻഡിങ്ങും കൂടെ ഉണ്ട്. പക്ഷെ എപ്പോഴും അത് ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ അല്ല, ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ അതിന് വരാറുണ്ട്. സോ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഫീലൻ ഡാങ്ക്.